ഹായ് ഹലോ ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അന്നു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്നൂസ് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 3 മാസമേ ആയിട്ടുള്ളൂ. അതിൽ 1 മാസം കംപ്ലീറ്റ് കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിൽ നിലവിളി ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അവൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. കാരണം അവളൊരു മലയാളി കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപാട് പേരും മിങ്കിൾ ചെയ്യാൻ പാടായിരുന്നു, അവളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് പാടായിരുന്നു. പിന്നെ അവൾ കുറച്ച് തമിഴൊക്കെ പഠിച്ചു, പിന്നെ ടീച്ചേഴ്സ് കുറേ ഇംഗ്ലീഷും ഒക്കെ ആയിട്ടാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനൊക്കെ പഠിച്ചു. വാട്ട് യു വാണ്ട്, വാട്ട് ഹാപ്പൻ, ഇതൊക്കെ പഠിച്ചു കേട്ടോ. അപ്പം ഇതൊരു പ്ലേ ക്ലാസ് വിങ്ങാണ്. പക്ഷേ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വലിയ കുട്ടികളെ കണക്കാണ് കേട്ടോ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഓരോരോ കാര്യങ്ങളിലും നിന്നാണ് കേട്ടോ ടീച്ചേഴ്സും അവർക്ക് ഹെൽപ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കുട്ടികളുടെ നിൽക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഫോട്ടോ എല്ലാം പേരൻസിന് അയച്ചു കൊടുക്കും. അപ്പം അങ്ങനെ വളരെ നല്ല ഒരു സംഭവമായിരുന്നു ഈ ഒരു പ്ലേ ക്ലാസ്. നമുക്ക് അധികം സമയം കിട്ടിയില്ല. 2 മാസം കരച്ചിൽ കഴിഞ്ഞിട്ടുള്ള 2 മാസം മാത്രമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ അവൾ ഭയങ്കര മിടുക്കിയായിപ്പോയി കേട്ടോ. അപ്പം ഇപ്പോൾ സ്കൂളിൽ പോകാനൊന്നും ഒരു മടിയുമില്ല. രാവിലെ സ്കൂളിൽ പോകും, ഉച്ചയ്ക്ക് വരുന്നിടം വരെയും അവിടെ നിന്ന് കളിക്കും. പക്ഷേ വളരെ ഫ്രണ്ട്സ് എല്ലാം കുറവാണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ ഒക്കെ ഇച്ചിരി പാടാണിപ്പോഴും. പക്ഷേ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും. ടീച്ചറുമായിട്ടൊക്കെ നല്ല ഒരു റിലേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്ലേ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അംഗൻവാടി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നവരാണ് സത്യത്തിൽ ഏറ്റവും മഹത്തായ കാര്യം ചെയ്യുന്നത്. കാരണം ഒരു കുട്ടിയെ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു മാജിക്ക് അവർ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇത്രയും ചില കുട്ടികൾ വികൃതികളായിരിക്കും, ചില കുട്ടികൾക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും, അമ്മയെ വിട്ടുവരാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് വിട്ടു വരുന്നത് പാടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും പോകണമെന്ന് പറയും. അപ്പം ഇതിനെയെല്ലാം മറികടന്ന് ഈ ടീച്ചേഴ്സാണ് ഈ കുട്ടികളെ ഇത്രയും ഒരു ലെവലിലേക്കായി ഇപ്പം സ്കൂളിലേക്ക് പോകാൻ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ടീച്ചേഴ്സിനാണ്, ഈ കുട്ടികളുടെ ടീച്ചേഴ്സിനാണ് കേട്ടോ കൊടുക്കേണ്ടത്. പിന്നെ അന്നുവിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ, അന്നു സ്കൂളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെയൊക്കെ പറയാറില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നടന്നാലും അന്നു പറയത്തില്ല. പക്ഷേ അവർക്ക് ഗ്രൂപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പം അവരതിലൂടെ അവരുടെ അന്നത്തെ ആക്ടിവിറ്റീസ് അവർ അതിലൂടെ പേരൻസിന് കൈമാറും കേട്ടോ. ആ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് പേരൻസിന് കൈമാറും കേട്ടോ. അപ്പം ഇടയ്ക്ക് പിക്നിക്കിന് പോവും. പക്ഷേ പിക്നിക്കിന് പോകണം എന്നുള്ളത് ടീച്ചേഴ്സ് പറയും. പക്ഷേ എവിടെ പോകണമെന്നോ എന്ത് കണ്ടെന്നോ ഒന്നും അന്നു വീട്ടിൽ ഒന്നും പറയത്തില്ല കേട്ടോ. ഞങ്ങളെല്ലാം ചോദിച്ചാലും പറയും, എന്താ ഞാൻ പോകുന്നില്ലേ, അത് പോരെ എന്നാണ് അവൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പം അതായത് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അവൾ ഓപ്പണായിട്ട് ഇപ്പോഴും വീട്ടിൽ പറയാറില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴായിരിക്കും അവരെ ടൂറിന് കൊണ്ടുപോയിട്ട് 2 മണിക്കൂറത്തെ ടൂറൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു ഈ മൃഗശാലയോ അല്ലെങ്കിൽ മ്യൂസിയം പോലത്തെ എവിടെയോ അവർക്ക് കളിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്ലേസിലോ ഒക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം അവർ ബസ്സിൽ തിരിച്ചിറക്കിയായിരിക്കും ചെയ്യുന്നത്. ആ മോളെ കണ്ടോ, ഇഷ്ടപ്പെട്ടോ, എന്തിനെ കണ്ടു എന്നൊക്കെ ചോദിച്ചാൽ അവളൊന്നും പറയത്തില്ല കേട്ടോ. ഞാൻ പോയി, കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. അല്ലാതെ നമ്മളോടൊക്കെ തുറന്ന് സംസാരിക്കത്തില്ല കേട്ടോ അവൾ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുവിൻ്റെ സ്കൂളിൻ്റെ ലാസ്റ്റ് സമയമാണ്. അപ്പം നമ്മൾ പഠിക്കാനായിട്ട് പോണ സമയത്ത് അന്നുവിന് ഒരു കളർ ബുക്കൊക്കെ അവർ കൊടുക്കും, കളറൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കും. അപ്പം അതിൻ്റെ ബുക്സ് എല്ലാം ലാസ്റ്റ് സമയമായിട്ട് ഇപ്പോഴാണ് നമ്മളെ കയ്യിലേക്ക് തരുന്നത്. അപ്പം നമുക്ക് കാണാം അന്നുവിൻ്റെ കരവിരുതുകളൊക്കെ നമ്മളിങ്ങനെ കണ്ട് രസിക്കാം. അന്നു ഇങ്ങനെയൊക്കെ കളറടിക്കാൻ പഠിച്ചോ എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത് കേട്ടോ. കളറടിപ്പിൻ്റെ ABCD ഒക്കെ നമുക്ക് ഈ ബുക്കിൽ നോക്കാം. ഇത് ഒട്ടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ, കളർ പേപ്പേഴ്സ് ടീച്ചർ ഒട്ടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ആ ബുക്കിൻ്റെ മേൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ലാസ്റ്റ് സമയത്താണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു കാർഡും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുവിനെ പറ്റി ഉള്ളൊരു കമൻറ്റാണ് കേട്ടോ, സ്കൂളുകാർക്കുള്ളൊരു കമൻറ്റ്. ഓക്കെ. അപ്പം അനുവിൻ്റെ സ്കൂളുകാരൊരു കോൺവൊക്കേഷൻ ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് അനുവിൻ്റെ പ്ലേ ക്ലാസ് വിങ് ഒരു ഡാൻസിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ടീച്ചർ പഠിപ്പിച്ച് അപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരു ഡാൻസാണ്. പക്ഷേ അനുവിൻ്റെ സ്റ്റെപ്പൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഡാൻസ് കേട്ടോ.
curtain call. Prashant. Ronia. Tara. Padma. Rihan Nathaniel. Vinisha. Adira. Vian. Milan. Lakshan. Santino. Jaganara. And Vihan. Teachers, let us give them all a big round of applause. I request the playgroup parents to come in the following order to receive the certificates. അപ്പോൾ ദാണ്ടെ ഈ അറ്റത്ത് നിന്ന് വികൃതി കാണിക്കുന്ന കുട്ടിയാണ് കേട്ടോ ജഹനാര എന്നുള്ള നമ്മുടെ ഈ അന്നു കേട്ടോ. അപ്പോൾ ടീച്ചറുമായിട്ടൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം അതിനുശേഷം സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ മേടിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അപ്പം ജഹനാരയുടെ ഡ്രസ്സ് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പം അതിനുശേഷം അച്ഛനും അമ്മയും അവിടുത്തെ പ്രിൻസിപ്പാളും ടീച്ചറും ഒക്കെ ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കമക്ക് സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവർ ഓരോ കുട്ടിയെയും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് അവരുടെ വീഡിയോ കളക്ട് ചെയ്ത് അത് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പം നമ്മുടെ കുട്ടിക്ക് മാത്രമല്ല ആ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ പേരൻസിനും അതാത് കുട്ടികളുടെ വീഡിയോകൾ അയച്ചു കൊടുത്ത് എന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു കമൻറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം വന്നു കേട്ടോ. നമ്മുടെ കുട്ടിയായിട്ടായിരിക്കും അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും അവളുടെ ഒറ്റയ്ക്കൊരു കുടയുടെ അടിയിലൊക്കെയാണ് അവൾ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നതും എല്ലാം കണ്ടപ്പോൾ നമുക്ക് വിഷമം വന്നു കേട്ടോ. അപ്പം ആ ഒരു വീഡിയോയും കൂടി കാണിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.